We have already gone through the insertion sort and bubble sort. Now we will see the selection sort in data structures. Okay, so a selection sort means it is an in-place comparison sorting technique, and it is a combination of searching and sorting, and it is done after selecting a particular smallest or largest element from an array and shifted it to a particular location in an array, and the number of times the sort passes through the array is one less than the number of items in the array. And the selection sort searches all of the elements in an array until it finds the smallest element or the largest element, and it swaps with the first element. Then it finds the smallest of the remaining elements or the largest of the remaining elements and swap if it with the second element. And this is based on how we are sorting, whether it is an increasing order or in decreasing order. Okay, so ഒരു സെലക്ഷൻ സോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു ഇൻ പ്ലേസ് കമ്പാരിസൺ സോർട്ടിംഗ് ടെക്നിക്കാണ്. ഓക്കെ, ഇതൊരു സെർച്ചിങ് ആൻഡ് സോർട്ടിങ്ങിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ ഈ ഒരു സോർട്ടിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഒരു സ്മോളസ്റ്റ് എലമെൻ്റ് അല്ലെങ്കിൽ ഒരു ലാർജസ്റ്റ് എലമെൻറ്റിനെയാണ് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇൻസേർഷൻ ഇൻക്രീസിങ് ഓർഡറിലാണ് ചെയ്യുന്നത് എങ്കിൽ ഫസ്റ്റ് ഇൻഡെക്സിലെ അറേയിലെ ഫസ്റ്റ് ഇൻഡെക്സിലെ എലമെൻ്റ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും സ്മോളസ്റ്റ് എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു പെർട്ടിക്കുലർ അറേയിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് എലമെൻ്റ് ഏതാണെന്ന് നമ്മൾ ഫസ്റ്റ് സെർച്ച് ചെയ്യും. ഓക്കെ, ദെൻ വി വിൽ സോർട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സെർച്ചിങ് ആൻഡ് സോർട്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഒന്നിനെ സെലക്ട് ചെയ്യും, ഏതാണോ ചെറുത് ആ ചെറിയ വാല്യൂവിനെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളതിനെ സോർട്ട് ചെയ്യും, ഏതാണോ ആ അറേയിലുള്ള ഫസ്റ്റ് ഇൻഡെക്സിൽ കിടക്കുന്ന വാല്യൂ. ഓക്കെ, ആ എലമെൻറ്റുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പറയുന്നത്, ഒരു സെലക്ഷൻ സോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ചെറിയ എലമെൻറ്റ് സെർച്ച് ചെയ്യും, സെലക്ട് ചെയ്യും, സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ അതിലെ ഫസ്റ്റ് എലമെൻറ്റ്, അതായത് അതിലെ ഫസ്റ്റ് ഇൻഡെക്സുമായിട്ട് നമ്മൾ സോർട്ട് ചെയ്യും. അത് ഓൾറെഡി ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ തന്നെയാണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, നമുക്കതിനെ സോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അറേയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ ഓൾറെഡി അവിടെ പ്ലേസ് ചെയ്തു. ദെൻ ഇനിയുള്ള ആ അറേയിലുള്ള ബാക്കി റിമൈനിങ് എലമെൻറ്റ്സിൽ നിന്ന് നമ്മൾ സെക്കൻഡ് സ്മോളസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അതിന് ആ ഒരു അറേയിൽ ഏത് ലൊക്കേഷനിലാണോ ഉള്ളത് ആ ലൊക്കേഷനിൽ നിന്ന് നമ്മൾ ആ ഒരു ചെറിയ സെക്കൻഡ് സ്മോളസ്റ്റ് എലമെൻറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനുശേഷം ആ അറേയുടെ സെക്കൻഡ് ഇൻഡെക്സിലെ എലമെൻറ്റ് ഏതാണോ അതുമായിട്ട് സ്വാപ്പ് ചെയ്യും അല്ലെങ്കിൽ സോർട്ട് ചെയ്യും, സ്വാപ്പ് ചെയ്യും. ഓക്കെ, ആ ഒരു രീതിയിലാണ് എന്ത് പോകുന്നത്, ഈ ഒരു സെലക്ഷൻ സോർട്ടിൽ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തൊരു സെലക്ഷൻ സോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ എലമെൻറ്റും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്ലേസിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആ ഒരു അറേ സോർട്ടായി എന്ന് പറയാം. Now we will see the algorithm. Step 1 is find the minimum value in the list or the smallest value in the list. Then step 2 means swap it with the value in the first position. Then third step means repeat the steps for the remaining elements in the list. ഓക്കെ, അപ്പോൾ അൽഗോരിതം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താ, ആദ്യം നമ്മളിതിൻ്റെ ആ ഒരു ലിസ്റ്റിലുള്ള ഏറ്റവും മിനിമം വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനുശേഷം ആ ഒരു അറേയിലുള്ള ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ ആയിട്ട് സ്വാപ്പ് ചെയ്യുക. ദെൻ ഈ ഒരു പ്രൊസീജിയർ ബാക്കിയുള്ള എലമെൻറ്റ്സിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ we'll see an example. Here we need to find out the smallest element from the array. So in this array, which one is the smallest one? Definitely it is 0. So swap it with the value in the first position. In the first position we have value A. So suppose this is an array A and this is index 0, index 1, index 2, 3, 4 and 5. Okay, so here we need to
swap the element 8 and 1, 8 and 0. So after the swap, the result will be like this. Okay, 0, 5, 2, 8, 7, 6. So here we can say this is a sorted list and this is an unsorted list. Okay, fine. Then now we will consider this unsorted list and we will find the second smallest element. So here we can see this is the second smallest element, right? So we will swap it with the second position. So the swap element will be like this. After the swap, 0, 2, 5, 8, 7, 6. Okay, so this is a sorted list and this is an unsorted list. Okay, then again we will find the next smallest element from the list. So here the next smallest element is 5. It is in the proper place, so there is no need of swapping. Okay, then find the next smallest element from the list, that is 6. So we have to swap. So we swap it with the element in the fourth position, that is 8. So 8 and 6 is swapped and the array elements will be like 0, 2, 5, 6, 7, 8. Again we will find the next element. So it is at the proper place, so no need to swap. Then again we will check. So the sorted list will be like 0, 2, 5, 6, 7, 8. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഒരു അറേയിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിന് ഏറ്റവും ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് കൊണ്ടുപോയി. അതായത് നമ്മൾ ബബിൾ സോർട്ടിൽ ഏറ്റവും ലാസ്റ്റിൽ കൊണ്ടുവരുന്ന പോലെ നമ്മളിതിനെ ഫസ്റ്റിലേക്ക് കൊണ്ടുവന്നത് സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് സോർട്ട് ബൈ സെലക്ഷൻ എന്നുകൂടി പറയാം. ഓക്കെ, സോർട്ട് ബൈ സെലക്ഷൻ. ഇനി ഇതിൻ്റെ കേസിൽ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ എലമെൻറ്റിനെയും നമ്മൾ അതിൻ്റെ പ്രോപ്പർ പ്ലേസിലേക്ക് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ഒരു അൺസോർട്ടഡ് ആൻഡ് ഒരു സോർട്ടഡ് ലിസ്റ്റുമാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ സെയിം അറേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതൊരു ഇൻ പ്ലേസ് സോർട്ടിങ് ടെക്നിക്കാണ് എന്ന് പറയാം. ദെൻ here is the program. So first we read the size of the array. Okay, we have n elements, then we will read the elements, then we will find the minimum value and we will return the location of that. Okay, this is the inner loop. In the inner loop we are finding the minimum value and this is the outer loop, and here we will swap. Okay, here we will swap and then we will display the sorted list. Okay, so we have an inner loop and outer loop. In the inner loop we will find the minimum value and we will swap in the outer loop. Then in the selection sort, the inner loop finds the next smallest or largest value and the outer loop places that value in its proper location. Then analysis. The selecting the lowest element requires scanning n elements and it uses n-1 comparisons. Okay. Then selecting the second lowest requires n-2 comparisons and so on. So in total n-1 plus n-2 plus etc. plus 2 plus 1. So that will be equal to n into n-1 divided by 2. So the time complexity will be big of n square for both worst and best time complexity. It will be the same. Okay, അതായത് ഇതിൻ്റെ കേസിൽ ഈ സെലക്ഷൻ സോർട്ടിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ n എലമെൻസും ഉണ്ടെങ്കിൽ അതിൽ n-1 കമ്പാരിസൺസ് നടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം? n എലമെൻസിൽ n-1 കമ്പാരിസൺ. അപ്പോൾ ഒന്ന് അവിടെ എന്ത് ചെയ്തു? അവിടെ സോർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ബാക്കി എത്ര എലമെൻസാണ് ഉള്ളത്?
n-1 എലമെൻറ്റ്സ്. അപ്പോൾ n-1 എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ എത്ര കമ്പാരിസൺ ഉണ്ടാവും? ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അവിടെ n എലമെൻറ്റ്സിൽ n-1 ആണെങ്കിൽ n-1 എലമെൻറ്റ്സിൽ n-2 കമ്പാരിസൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇതുപോലെ n-1 n-2 അങ്ങനെ ലാസ്റ്റ് വരെ ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഉണ്ടാകും. അപ്പോൾ ടോട്ടൽ കമ്പാരിസൺ എന്ന് പറയുന്ന സമയത്ത് അത് മൊത്തത്തിലുള്ളൊരു സമ്മാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് ടൈം n-1 കമ്പാരിസൺ വന്നു, പിന്നെ n-2 കമ്പാരിസൺ. അപ്പോൾ ഈ ഒരു ലൂപ്പ് അങ്ങ് റൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഓരോ പ്രാവശ്യമുള്ള കമ്പാരിസൺസ് നമ്മൾ ആഡപ്പ് ചെയ്യും. അപ്പോൾ എന്താ, n × n-1 ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. അതായത് n² - n ഡിവൈഡഡ് ബൈ 2. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, ഇപ്പോൾ നമ്മളൊരു കാറും അതിൻ്റെ കാറിന് ക്ലീൻ ചെയ്യാനൊരു ഷാമ്പു നമ്മൾ വാങ്ങുകയാണെങ്കിൽ കാറിൻ്റെ വില മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഷാമ്പുവിൻ്റെ വില എന്ന് പറയുന്നത് എന്താ, നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ n² - n എന്ന് പറയുമ്പോഴും നമ്മൾ n² വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. n നമുക്ക് ഇഗ്നോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്ത് പറയാം, ബിഗ് ഓഫ് n² ആണെന്ന് പറയാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിൽ തന്നെ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും, കമ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ബെസ്റ്റിലും വേഴ്സ്റ്റിലും നമുക്ക് ഏത് തന്നെ പറയേണ്ടി വരും, ബിഗ് ഓഫ് n² തന്നെ പറയേണ്ടി വരും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെലക്ഷൻ സോർട്ട്. അപ്പോൾ സെലക്ഷൻ സോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സെലക്ഷൻ സോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് സെലക്ട് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഇൻക്രീസിങ് ഓർഡർ എലമെൻറ്റിൽ വരുമ്പോൾ ആദ്യത്തെ ഇൻഡെക്സിൽ വരുന്ന ഏറ്റവും സ്മോളസ്റ്റ് എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു അറേയിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ആ ഇൻഡെക്സ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ നമ്മളെ ഇൻഡെക്സിലെ ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ ഏതാണോ അത് തമ്മിൽ എന്ത് ചെയ്യും, സ്വാപ്പ് ചെയ്യും. ഓക്കെ, ദെൻ അവിടെ നമുക്ക് ഫസ്റ്റ് എലമെൻ്റ് എന്തായി കിട്ടി, സോർട്ടായി കിട്ടി. ദെൻ ബാക്കിയുള്ള ഇപ്പോൾ n എലമെൻറ്റ്സ് ആണെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി n-1 എലമെൻറ്റ്സിൻ്റെ ആ n-1 എലമെൻറ്റ്സിലും നമ്മൾ ഈ സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യും. അതായത് അതിലെ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് ആ ലിസ്റ്റിലുള്ള ഫസ്റ്റ് ഇൻഡെക്സ് വരുന്നത് ഏതാണ് അതുമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ സ്വാപ്പ് ചെയ്യും. ഇനി സപ്പോസ് ആ ഒരു പൊസിഷൻ തന്നെയാണ് അതിലുള്ളതെങ്കിലോ നമുക്കവിടെ സ്വാപ്പിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സെലക്ഷൻ സോർട്ടിൽ എലമെൻറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്, സോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സെർച്ചിങ് ആൻഡ് സോർട്ടിങ്. അപ്പം സെയിം അറേ തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതൊരു ഇൻ പ്ലേസ് സോർട്ടിംഗ് ആണെന്ന് പറയാം. ഇതിൽ കമ്പാരിസൺ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇതൊരു കമ്പാരിസൺ ബേസ്ഡ് സോർട്ടിംഗ് ആണെന്ന് കൂടി പറയാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഒരു സെലക്ഷൻ സോർട്ടിൽ നമ്മൾ ഡാറ്റ എലമെൻറ്റ്സിനെ സോർട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.